ഹലോ ഗൈസ്, അപ്പോ ഇന്ന് ഒരു ട്രിപ്പുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, കൂടെ ആരുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരെല്ലാം പോയി. ഇനിയിപ്പോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചെന്നാ ഒറ്റയ്ക്ക് അങ്ങ് പോവാം. അപ്പോ ജുനാഗത്ത്, അതാണ് ഇന്നത്തെ പരിപാടി. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി ബസ് ഉണ്ടാകുന്ന നോക്കണം. അത് കഴിഞ്ഞ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ പിടിക്കണം. എല്ലാം ലോക്കലും അതും ഇതൊക്കെയാണ്. നമ്മൾ ലോ ബഡ്ജറ്റിലാണല്ലോ. അപ്പോൾ അതാണ് ഫസ്റ്റ് പരിപാടി. സംഭവം ഇതാണ് ഗൈസ്, ഇതിവിടുത്തെ ഒരു മാർക്കറ്റാണ്. അമ്മമാര് റോഡിലൊക്കെ ഇട്ടാ തുണി വെക്കുന്നത്. വണ്ടിയൊക്കെ കടയുടെ അകത്തൂടെയൊക്കെ പോകുന്നത്. എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് ഇവന്മാരെ കാണുമ്പോഴേ മനസ്സിലാവും. ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ ടീംസുകൾ. ഇവിടുത്തെ ഡ്രൈവിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ വീട്ടുകാരുടെ റോഡൊക്കെ ആണെന്നാണ് വിചാരം. ഓക്കെ, ഒരു ട്രാഫിക് ജാമൊക്കെ ഉണ്ടാക്കുന്ന നിസ്സാരമായിട്ട് 5-10 വയസ്സുള്ള ചെറുക്കന്മാരൊക്കെ കാറും ബൈക്കൊക്കെ ആയിട്ട് റോഡിൽ ഇറങ്ങുന്നത്. പിന്നെ എങ്ങനെ ആവാതിരിക്കും? അടിപൊളി. അമ്മച്ചിയോ അങ്കിൾസ് തോടെ സൈഡ്. ഓക്കെ, അവിടെ ഗമ്മത് നല്ല വിശപ്പുണ്ട് കേസ്. ഇനിയിപ്പം വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഒരു 7-8 മണിക്കൂർ ബസ്സിലോ ട്രെയിനിലാണെങ്കിലും ഇരിക്കണം. അപ്പോൾ കയറുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഹോട്ടൽ. അതിനുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ഫ്രൈഡ് റൈസ് ഫുള്ള് ഓർഡർ ചെയ്തിട്ടുണ്ട്. ടൈം എടുക്കുമെന്നൊക്കെ പറയുന്നത്. ഒന്നും പ്ലാനില്ല, ട്രിപ്പൊന്നും പ്ലാനല്ല. പെട്ടെന്ന് റീല് കണ്ടപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. 2 ദിവസം അവധിയുണ്ട്. അപ്പം ഫണ്ടൊക്കെ റോൾ ചെയ്തിട്ട് ഇറങ്ങിയത്. എന്താണെന്ന് അറിയത്തില്ല. ബസ് എന്താണെന്നൊക്കെ നോക്കണം, ട്രെയിൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ ഒറ്റ വൈകിട്ട് ആളാണ് പറയാനും. ഇതാണ് ഇവിടുത്തെ ഷവർമ്മ. ഷവർമ്മ ഷൂട്ടിങ്ങൊക്കെ ഇങ്ങനാണ്. ഇത് ഗുജറാത്താണ്. ഇവിടെ ഇങ്ങനാണ് സംഭവം. കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഇച്ചിരി വൃത്തിയുള്ളൊരു കടയില്ല. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത 7-8 കിലോമീറ്ററിന് ഉള്ളിലുള്ള ഒരു കട. കുഴപ്പമില്ലാത്തൊരു കട ഇതാ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടെ വരുന്നത്. വന്ന് ഗൈസ്, ടൈമൊന്നും എടുത്തില്ല. നമ്മൾ 5 മിനിറ്റിൽ തന്നെ അടിച്ചിറങ്ങി. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചത് ബാക്കി വന്നതൊക്കെ തട്ടിക്കൂട്ടിയതാണോ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സംഭവം കൊള്ളാം, ഒരുപാടുണ്ട്. കുഴപ്പമില്ല. ചിക്കനൊന്നും വെന്തിട്ടില്ല. യുവന്മാരോട് പറഞ്ഞ ഇവന്മാർ ചിലപ്പോൾ പറ്റിയില്ല, ചെയ്യാൻ പറ്റത്തില്ല. ഇവന്മാരുടെ കിടി നിർത്താൻ പറയാനുള്ള ഹിന്റ് ഒന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ചിക്കൻ എടുക്കണ്ട ഗൈസ്. ഒരാഴ്ച കൊണ്ട് ഞാൻ നോക്കിയ ഡയറ്റ്, ഒരു നേരത്തെ ആഹാരം കൊണ്ട് ഞാനത് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസത്തേക്ക് ഇനി അല്ല, നാളെ രാത്രി നേരത്തേക്കുള്ള ആഹാരമാണ് ഞാനിപ്പോൾ ഒരു നേരം കൊണ്ട് കഴിച്ചു. ഒരു റൈസ് ഫുള്ള് കഴിച്ചു. ഇനി നമുക്ക് കാർബോ ഓയിലോ ഒന്നും കയറ്റാൻ പറ്റില്ല. ഞാനിപ്പോൾ കട്ടിങ്ങില്ല. സോ നമുക്ക് ഫ്രൂട്ട്സ്, ജ്യൂസ് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നാളെ രാത്രി വരെ. അപ്പോൾ ഇനി ബസ് സ്റ്റോപ്പിൽ പോയി ബസ് ഉണ്ടോ നോക്കാം. ഓക്കെ, നോക്കൂ ഗൈസ്, കിട്ടില്ല. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ സാധനം എടുത്ത് വെച്ചേക്കണം. ചിലപ്പോൾ റീലൊക്കെ ഇടാൻ ആവശ്യം വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഫൈനലി ബസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഭാഗ്യത്തിനൊരു ബസ് ഉണ്ടായിരുന്നു. അടക്കമ്മല്ലോ ഫുള്ള് ആണാണല്ലോ. ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഷോക്ക് അബ്സർ ചെക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ കുഴപ്പമില്ല, വീടിരിക്കാം. വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഗൈസ്. തുറക്കുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? ഓക്കെ, ബൈ ഗൈസ്. യൂഷ്വൽ ട്രിപ്പിൽ സംഭവിക്കാറുള്ള സാധനം സംഭവിച്ചു. ബസ്സിന്റെ നമ്പർ ഒന്ന് ജസ്റ്റ് മാറിയായിരുന്നു.
ഭാഗ്യത്തിന് ടിക്കറ്റ് എൻ്റെ അടുത്ത് പെട്ടെന്ന് എടുക്കാൻ വന്നു. ടിക്കറ്റ് എടുക്കാൻ നേരത്തെ തന്നെ ആള് ചോദിച്ചു എങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതാണ്. അപ്പോൾ പറഞ്ഞ മോനെ പെട്ടെന്ന് ഇറങ്ങിക്കോ, ഇപ്പോഴാണെങ്കിൽ വേറെ ബസ് കിട്ടും. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിക്കാട്ട, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് കിട്ടത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രതീക്ഷ പോലെ തന്നെ ആദ്യത്തെ പരിപാടി നമ്മുടേത് നൈസായിട്ട് ഫ്ലോപ്പായി. ഇനി രണ്ടാമത്തെ ബസ് നോക്കാം. ഓക്കെ, ബസ് കിട്ടിയിട്ട് ബാക്കി. ഗൈസ്, ഒരു ബസ് വന്നു, അത് സീറ്റില്ല, പോയി. രണ്ടാമത്തെ ബസ് വന്നു, അതിവിടെ നിർത്തിയില്ല, പോയി. മൂന്നാമത്തെ ബസ് വന്നില്ല, വരാൻ കാത്തിരിക്കുന്നു. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരാനും വരാതിരിക്കാനും സാധ്യത ഉണ്ടാണത്ത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ. ബസ് സ്റ്റാൻഡ്. സമയം ഇപ്പൊ 7 മണിയായി. ഞാൻ 5:30 വന്നതാ. ബസ് വന്നില്ല. പ്ലാമ്പി എന്നാ തോന്നുന്നു. 8:30 ഒരു ബസ് ഉണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 9:15, 10:30. ബസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതില് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണോ? നമ്മളതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ആളോട് സംസാരിക്കാനൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന ആൾക്കാർ പറയുന്നുണ്ട്. നോക്കട്ടെ എന്താ അവസ്ഥ. ചിലപ്പോ പകുതിക്ക് ഇറക്കി വിടും, ചിലപ്പോ അങ്ങ് വരെ എത്തുമായിരിക്കും. എന്തായാലും സമയം ഇപ്പൊ 1.5 മണിക്കൂർ ബസ് സ്റ്റോപ്പ് ചെയ്യാം. ഇന്നുവരെ ഞാൻ ഇതിൽ പോയി. വഴിയിൽ എവിടെ ഇവന്മാരും നിർത്തി. ഞാൻ വണ്ടി പോയി. ഇവിടെ അറിയത്തില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഇവന്മാര് ഗാനമേള നടത്തുന്ന പോലെയൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഇതൊന്നും ഫുഡിന്റെ എന്തോ ചൈനീസോ നമ്മൾ ബാധിക്കുന്ന വിഷയമല്ല. നമുക്ക് എന്തെങ്കിലും കൊച്ചു കൊച്ചു സാധനങ്ങൾ മേടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നാളെ കക്കുസിപ്പ് തന്നെ നേരെ കാണും. അങ്ങനത്തെ എന്തെങ്കിലും റോഡാണ് നിർത്തിയത്. ഇതേ പോകുന്നൊരു സ്വാമിയെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഗുണ്ടറ ജോയിയുണ്ട്, കിട്ടിക്കാറ്റുണ്ട്, നാരങ്ങ മുട്ടായി ഉണ്ട്. നൊസ്റ്റാൾജിയ. അപ്പൊ നമ്മള് ചെറിയ പോപ്കോൺ മേടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ വേറെ സാധനം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. എന്തൊക്കെയോ സാധനങ്ങൾ. ഇയാടെ ഗമ്മാലെ ചെണ്ട. ഓ മൈ ഗോഡ്, देखो ना ये നമുക്ക് ഇതൊക്കെയാ ഗൈസ് ഫേവറേറ്റ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ്. ജിലേബി, പിന്നെന്തോ വടിപാട് പോലത്തെ ഒരു സാധനം, എത്രയാണ് ഇത്. പിന്നെ മോദകം പോലത്തെ വേറെന്തോ സാധനം. പിന്നെ സമൂസ. ഇതൊക്കെ എന്തുവാണോ? ഇതൊക്കെ ഇവന്മാരെങ്ങനെ കഴിക്കുന്ന? भाई चाहिए बिना शक्कर वाला टोकन ले लो. बिना शक्कर वाला मिलेगा. അപ്പൊ ഗൈസ്, ഒരു ചായ കുടിക്കാൻ വേണ്ടി അവിടെ പോയി പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അവിടുന്ന് ഇവിടെ വന്ന് ടോക്കൺ എടുക്കണം. ഒരു ചായക്ക് വരെ ടോക്കൺ എടുക്കേണ്ട അവസ്ഥയാണ് ഗൈസ് ഇവിടെ. അങ്ങനെ അവന്റെ ആഗ്രഹം പോലെ നമ്മൾ ടോക്കൺ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടോക്കൺ. बिना चक चाय बोला. बिना चक्कर नहीं मिलेगा. बिना चक्कर का अलग. बोलो बिना चक्कर. ഓ, ഷുഗർ ഇല്ലാത്തതിന് വേറെ കളറ്, ഷുഗർ ഉള്ളതിന് വേറെ. പിന്നെ ഷുഗർ ഇല്ലാത്തതിന് 5 രൂപ എക്സ്ട്രാ കേട്ടോ. എന്നാ പറയാനാന്ന് പറയണേ മകലായത്. बिना चक्कर वाला अच्छा. हाँ बिना चक्कर.
എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. അമ്മയാര് തലപതി നമ്മളെവിടെ പോയാലും മാസം മാസം മാസ്. ഇത് കണ്ടോ, ഇതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ്. പപ്പൻ इसका नाम क्या है? ये नाम क्या है? കാഖ്ര. ആ, എന്റെ പേര് കാഖ്ര എന്നാ. ഇത് തിന്നുമ്പോ ഉള്ള ഇതേപോലെയൊക്കെ തന്നെ കാഖ്ര. അയ്യോ മലരി. ഇത് നമ്മുടെ അവിടെയൊക്കെ ഇത് റസ്റ്റ്. ബട്ട് ഓൺലി സ്വീറ്റ് ആൻഡ് വെജ്. സ്വീറ്റും വെജും മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ നോൺ വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല വേറെ ഉടല് വേറെ, ആ പരിപാടിയാ. എന്റെ ചായ വന്നു. ഈ ഷുണ്ണിക്കപ്പിന്റെ ചായക്ക് അമ്മ 25 രൂപയാവാറ്. പിന്നെ പിന്നെ വേറെ സംഭവമുണ്ട് ഗൈസ്. ഇന്ത്യക്ക് മേലോട്ട് പോകും തോറും ചായക്കപ്പിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും, പൈസ കൂടി കൂടി വരും. ഇന്ത്യയുടെ ഉയരം കൂടുന്തോറും ചായക്കപ്പിന്റെ അളവ് കുറയും. ഓക്കെ, പിന്നെ ചായയുടെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വായി വെക്കാൻ കൊള്ളത്തില്ല. പക്ഷെ ഇവിടെ കിടുകിടുകിട് തണുപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് ചായ കുടിക്കുന്നത്. ചൂടോടെ എന്തെങ്കിലും കുടിക്കണമല്ലോ. ഭയങ്കര തണുപ്പാ ഗൈസ്. 5-6 ഡിഗ്രിയൊക്കെ ഇവിടെ. അൺസഹിക്കബിൾ. എന്റെ ആദ്യത്തെ വണ്ടി മാറിക്കേറിയത് ഇത് കാരണം. ഞാൻ ഏകദേശം ഒരു ഇത് വെച്ചൊക്കെ ഇത് വായിച്ച്, പക്ഷെ സംഭവം അതല്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ വണ്ടിയായത്. അവന്മാര് ഇംഗ്ലീഷിൽ വല്ല എഴുതിയായിരുന്നെങ്കിൽ എനിക്ക് തെറ്റത്തില്ലായിരുന്നു. ഇതെങ്ങനെ ഒരു ബസ്സിന്റെ ബോർഡ് കണ്ടു. പിന്നെ അവന്മാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ളവർക്ക് വായിക്കണമെങ്കിൽ ഇതിൽ എഴുതിയാലേ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അപ്പൊ ഇതൊക്കെ പിള്ളേരാണ്, തെറ്റില് കിടക്കുന്നതാ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇത്രച്ചിട്ടാണ് ഇപ്പൊ എല്ലാരും ഡ്രസ്സൊക്കെ ചെയ്തേക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് രാജ്കോട്ട്. സംഭവം ഭയങ്കര വലുതാ ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡ് ഗുജറാത്തിൽ കാണുന്നത്. രാജ്കോട്ട് ഇനിയും പോണം. ഇപ്പൊ സമയം എത്രയായി? 1:30. 5 മണിക്ക് അവിടെ എത്തത്തുള്ളൂ. 7-8 മണിക്കൂർ കൊണ്ട് ബസ്സിലാണ്. കഷ്ടപ്പാടാ. കൊണ്ടിയൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയുന്നില്ല. അമ്മാതിരി ഒരു ഇഷ്ടം. അങ്ങനെ നമ്മള് ജുനാഗത്തെത്തി. ബസ് സ്റ്റാൻഡില് 3-3:30 ആയപ്പോഴത്തേക്കും ജുനാഗത്തെത്തി. ഒന്നും ആരുമില്ല ഗൈസ്. ഞാൻ വിചാരിച്ച ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. വിചാരിച്ച പോലെ അത്ര തിരക്കൊന്നും ഇല്ല. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് എന്താണോ എന്തോ. സ്ഥലം മാറിയാണോ വന്നേക്കുന്നതിനൊക്കെ തമ്പുരാനറിയാം. ഗൈസ്, ആൾക്കാരില്ലെങ്കിലും തണുപ്പിനൊരു കുറവില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഞാൻ മറ്റേ ടീഷർട്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടും ഞാൻ ഇത്ര തണുപ്പ് വിചാരിച്ചില്ല. അതിന് ഞാൻ ഹുഡി ഇട്ടേനെ. നല്ല തണുപ്പുണ്ട്. സംഭവം കറക്റ്റ് തന്നെ. നമ്മള് കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നേക്കുന്നത്. പേടിക്കാനൊന്നുമില്ല. നമ്മള് കുറച്ച് നേരത്തെ വന്നേക്കുന്നത്. 4 മണി ആയതേ ഉള്ളൂ. അപ്പോൾ നേരം വെളുത്താല് ഇവിടെ സംഭവങ്ങളൊക്കെ തുറക്കത്തുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പം നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഞാൻ ബെഡൊക്കെ കാണിച്ചു തരാം. ഒരുപാട് ബെഡ് ഉണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതാ ഫ്രീ. ഇതിന് വലിയ പൈസ ഒന്നും കൊടുക്കാൻ. ഇതൊക്കെ നേരത്തെ ഇവര് ബുക്ക് ചെയ്തതാ. അപ്പോൾ അവർക്ക് നേരത്തെ കിട്ടി. നമ്മള് ഇനി ഇതിന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഒരെണ്ണം നിൽക്കണം. ഇപ്പം 3 മണി, ഒരു 7 മണി വരെ നമുക്ക് റെസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. ഓക്കെ. അപ്പോൾ ഗൈസ്, എണീച്ച് പല്ലൊക്കെ തേച്ച് നമ്മള് ആദ്യത്തെ സ്പോട്ട് ഉപ്പർകോട്ട് ഫോർട്ട്. അവിടാണ് ആദ്യം പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ.
അപ്പോൾ നമ്മൾ മാക്സിമം ചെലവ് ചുരുക്കുന്ന ഭാഗമായി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊച്ചുവെളുപ്പാൻ കാലത്ത് തന്നെ ഇറങ്ങിയോണ്ട് ഇവിടെ നിന്ന് ആരുമില്ല, ആരോടും ചോദിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ ഗൂഗിൾ മാപ്പ് ഉള്ളിടത്തോളം കാലം നമ്മൾ ആരും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് വന്നതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ ബസ് സ്റ്റാൻഡിൽ 2-3 മണിക്കൂർ ഞാൻ അവിടെ കിടന്നു. എനിക്കവിടെ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ കിടന്നു. പിന്നെ ഫ്രഷ് ആവാൻ ഞാൻ പബ്ലിക് വാഷ്റൂം യൂസ് ചെയ്ത്. ഇപ്പം വേറെ ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഡിസ്കഷനായി, അവിടെ പോവാം ഇവിടെ പോവാം, ചെലവായി. പക്ഷെ ഇത് ഞാൻ തന്നെ എടുക്കുന്ന തീരുമാനം. അവിടെ പോകണമെന്ന് പറഞ്ഞ് അവിടെ പോകുന്നു, അവിടെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നു. എല്ലാം എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, മൈ ലൈഫ് മൈ റൂൾസ്. ഗൈസ്, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. വേണ്ട കുന്നിൻ്റെ മേലെ ലൈറ്റ് കണ്ടോ? അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ പരിപാടി അവിടെ പോകുന്നതാണ്. ഇങ്ങനെയല്ലല്ലോ, ഒരാളും കൂടെ കാണണമല്ലേ? ഷപ്പുണി, ചങ്കുണി, മങ്കുണി, നിങ്ങൾ 3 പേരല്ലേ ഗൈസ്? ഇതിപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. ഇതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്, ഉപ്പർകട്ട് ഫോർട്ട്. പക്ഷേ ഇത് 8 മണിക്കേ തുറക്കത്തുള്ളൂ. നമ്മളിപ്പോൾ 7:20 ആയപ്പോൾ ഇവിടെ എത്തി. നമ്മൾ കുറച്ച് കൃത്യനിഷ്ഠത കൂടുതലുള്ള ടീമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ഇവിടെ നിൽക്കണം. പിന്നെ നേച്ചർ ബ്യൂട്ടീസ് കണ്ട് നിൽക്കാം, കുഴപ്പമില്ല. നേച്ചർ ബ്യൂട്ടീസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഇവിടത്തേക്ക് സംഭവങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഫുള്ള് പഴയ മറ്റേ സാധനം ഉണ്ടല്ലേ, ഓൾഡ് ഏൻഷ്യൻറ്റ് കൺസ്ട്രക്ഷൻസ്, ആ സംഭവങ്ങളൊക്കെ. ഞാൻ വരുന്ന വഴിക്ക് ഞാനൊന്നും എടുത്തില്ല, ഒരുപാട് എടുക്കാനുള്ളതുകൊണ്ട്. ചുട്ടുമണിയേ, നീയാണോടാ ഇവിടുത്തെ ഗാർഡ്? ഫോർട്ടിന്റെ ഗാർഡ് നീയാണോടാ? എന്റെ ചെവിയുടെ പകുതി ആര് തിന്നടാ? കൊച്ചെറുക്ക എന്താ ഇത് ഷേക്കാൻ്റെ ഒക്കെ തരുന്നത്? ഹലോ ഹലോ, എടാ ഒന്നുകൂടത്താ. ഹലോ, ഷേക്കാൻ്റെ എന്നാ പോപ്കോൺ തരാം. അതെന്താടാ അങ്ങനെ ഒരു നോട്ടം? ആ ഓക്കെ, നിനക്ക് ഞാൻ പോപ്കോൺ തരാം, നീ പോപ്കോൺ തിന്നോ? വെറുതെ ഷേക്കാൻഡ് ദൈവമേ, ഇതേതോ ഷേക്കാൻഡ് കൊടുക്കുന്ന പട്ടിയാണെന്ന് തോന്നുന്നു. ഇവന്മാരിവിടെ ട്രെയിൻ ചെയ്തിട്ടേക്കാണോ എന്തോ. ഇനി ഞാൻ എണീക്കുമ്പോൾ മറ്റെല്ലാ സിനിമയ്ക്കകത്ത് പട്ടി കുരയ്ക്കുന്നില്ല, കുരയ്ക്കും. ഇതിനകത്ത് എന്തേലും തിന്നായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഓക്കെ ഗൈസ്, അവൻ പോയി ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ തിന്നേണ്ടി വരുമെന്തോ. അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഗേറ്റ് തുറന്നു, ഇനി പോകണം, പാസ് എടുക്കണം, അടുത്ത് കയറണം. എന്താ ഉള്ളതെന്ന് നോക്കും ഗൈസ്. ഇവിടെ എന്തോ ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്. हाँ नहीं जाए पाएंगे। हाँ अंदर नहीं ले जाएंगे। तो बैग इधर रख दो। बैग इधर लॉकर है, लॉकर पे रख दीजिए। किसी माओ नहीं है। അങ്ങനെ നമ്മൾ അകത്ത് കയറി ഗൈസ്. ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. സംഭവമൊക്കെ കൊള്ളാലോ, പരിപാടിയാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൂ പ്രിന്റ്. ഇവിടെ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യണം.
വിചാരിച്ചതുപോലെ അല്ല, ഇവിടെ സംഭവങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചോളൊന്നും കാണത്തില്ല. ഹായ്, കൊള്ളാം. ആ ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുവാണ്. രാവിലത്തെ പൂജ ആരംഭിച്ച് മംഗളകരമായ മഞ്ചളിനെ ആരംഭിക്കണം. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്തോ. ഇതെന്തോ ഇത് പൈസ അല്ലേ? ഗൈസ്, മറ്റേ സംഭവം പൈസ ഒട്ടിക്കുന്നത്. അയ്യോ, നമുക്ക് അതില്ലാന്ന് തോന്നുന്നു ഗൈസ്. ആ ശക്തിയില്ല. അല്ല, ഉണ്ട്. സംഭവം ബുദ്ധനാണോ? ബുദ്ധനല്ല, ബുദ്ധൻ അങ്ങനല്ല. ഇതാണ് ഗൈസ് എൻട്രൻസ് ടവർ. അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രൻസ് ഉണ്ടെന്ന്. എൻട്രൻസ് ടവർ ഗൈസ്. സംഭവം നല്ല രസമുണ്ട് ഗൈസ്. അതിൻ്റെ അകത്ത് നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടുന്നുണ്ട്. നല്ല നല്ല മരങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ എൻട്രി ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. എൻട്രി ടിക്കറ്റ് 200 റുപ്പീസാണ് കേട്ടോ വരുന്നത്. കാശൊന്നും നോക്കിയില്ല, പണം പോട്ടെ പവർ വരട്ടെ, വാരി എറിഞ്ഞ്. ഓരോ എൻട്രൻസിലും അവർ ഇതിൽ ഓരോ ഊട്ടയിടും. ആദ്യത്തെ എൻട്രൻസിൽ അവർ മേലൊരു ഊട്ടയിട്ട്, ഇപ്പം ഇങ്ങോട്ട് കയറാൻ നേരത്ത് അതാണ്ട് ഇവിടെ ഒരു ഓട്ടയിട്ട് അമ്മമാർക്ക് പഞ്ച് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞ് ഓട്ടയിടക്കാം. എന്തല്ലേ? ഇതൊക്കെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളു ഗൈസ്. ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇവരൊന്നും ഇല്ല. പക്ഷെ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അടുക്കമ്മല്ലേ ഒക്കാല ഓളി ട്രൈ. പിന്നെ മറ്റേ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ ആ സാധനം ഉണ്ട് ഇവിടെ. മറ്റേ പരിപാടി, മീനെ കൊണ്ട് കാല് നക്കി പിന്നെ പരിപാടി. സക്കറിൻ്റെ ജോലി ചെയ്യുന്നത് നോക്കുന്നത്. ഞാൻ ഇതൊക്കെയാണ് ഗൈസ് മറ്റേ ഇതിൽ കണ്ടത്. അതിവിടെ ഉണ്ട്. നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. ഇതൊക്കെയാണ് ഞാൻ യഥാർത്ഥത്തിൽ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ട സാധനങ്ങൾ. ഇതിനെക്കാട്ടിലും മെയിൻ സാധനം ഞാൻ രണ്ടാമത് പോകുന്ന സ്പോട്ടിലാണ് മെയിനായിട്ടുള്ള സാധനമുള്ളത്. അവിടെ ഒരു കുരങ്ങുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് റീലെടുക്കാൻ വേണ്ടി അവൻ്റെ ഒരു സ്റ്റില്ലെടുക്കണം. നമ്മൾ വന്നത് ഇവൻ്റെ ഒരു ഫോട്ടോ എടുക്കാനാണ്. ഇവ അനങ്ങാതിരിക്കുകയാണെങ്കിൽ കിടിലൊരു സാധനം കിട്ടും. ഗൈസ്, നമ്മളെ കണ്ടു. ഇനി അവൻ അനങ്ങാതിരിക്കുമെന്ന് തോന്നുന്നില്ല. ഗൈസ്, ഇതിൻ്റെ മേലത്ത് നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. അത് കിട്ടില്ല. ഞാനത് യൂട്യൂബിൽ കണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഇത് ഈ സംഭവം, ഇതൊക്കെ ഇവിടുത്തെ സംഭവങ്ങളാ. ഇതൊക്കെ ഒറിജിനൽ എന്നൊക്കെയാ പറയുന്നേ. ഇത് യുദ്ധസമയത്ത് ഇവര് ഇവിടുന്ന് എൻ്റെ മോനെ ഇവിടുന്ന് അങ്ങോട്ട് വെടിയുണ്ടകൾ ഉതിർത്ത് വിട്ടു. പമ്പരം കണക്കിന്. താഴെ കൊക്കെയാണല്ലോ. देखो ना,
ഇവന്മാർ ഫുള്ള് ഡേഞ്ചറാണ് ഗൈസ്. എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ദൈവമേ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളിയേ പോണ്ണാച്ചി പിന്നെ വാ. ദൈവമേ എങ്ക പാത്താൽ ഇവന്മാർ. ആർക്കും സംശയം ഫോട്ടോ എടുത്തേക്കാം മക്കളെ. നിങ്ങളെ മാമിയൊരു ഫോട്ടോ കുണ്ടിയോ. ഞാൻ താണ്ട ലിയോ ദാസ്. നിങ്ങൾക്ക് മനസ്സിലായോ സാർ? ഒരു കഴുകന മുതൽ തടക ഇവളോ പക്കത്തിലെ പാക്കറേ ദൂരെ പോ சொல்லுங்க സാർ. ഗൈസ് അവിടെ ഒരു പീരങ്കി ഉള്ളെങ്കിൽ ഇവിടെ 1 2 3. ഇത് മുതുക്ക് സാധനം. 3.5 ദേ ആണ്. ഇത് മുതുക്ക് സാധനം ഗൈസ്. ഇന്ന് 26 റിപ്പബ്ലിക് ഡേയുടെ കൊടിയുയർത്തൽ പരിപാടിയായിരുന്നു ഗൈസ് ഇവിടെ. ചുമ്മാ അതല്ല, ഇവരൊക്കെ വേറൊരു ഡ്രസ്സിൽ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ മറ്റേ ഡ്രസ്സിലായിരുന്നു ഗൈസ്. ഇവിടെ മറ്റേ സംഭവമൊക്കെ ഉണ്ട്, മറ്റേ സൈക്കിള്. പിന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതുകൊണ്ട് അവിടെ മറ്റേ സൈക്കിളുണ്ട്, മറ്റേ വണ്ടിയുണ്ട്. അതൊക്കെ നമുക്കിങ്ങനെ 50-100 രൂപയ്ക്ക് കൊടുത്താൽ കിട്ടും കേട്ടോ. അപ്പോൾ സൈക്കിളും കൊണ്ട് ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയും കുത്തി വീഴുമെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് ഇവിടം വരെ വന്നിട്ട് വളഞ്ഞ് അങ്ങോട്ട് പോകണം കേട്ടോ. ഇതൊക്കെ ഞാനായോണ്ടാ പറഞ്ഞിരുന്നു, വേറെ ആരെങ്കിലും ആണെങ്കിൽ പറഞ്ഞു പോലും തരച്ചില്ല. ഞാനൊരു നല്ലവൻ തന്നെ. പിന്നെ ഞാൻ ഇതിൽ വീഡിയോയിൽ ഒരു കുളം കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ കുളം കാണാനും കൂടെ വന്നു. കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇങ്ങനെ കെട്ടി താഴോട്ട് പോയിട്ട് നടുക്ക് ഇങ്ങനെ നീല കളറിലെ വെള്ളം. നമ്മളൊരു തെറ്റ് ചെയ്ത് ഗൈസ്. ഇവിടെ എല്ലാം ബോർഡ് ഉണ്ടായിരുന്നു, അതിൽ പേരുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് നോക്കിയാൽ മതിയായിരുന്നു. ദാണ്ട് ഇപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, ഇത് ബുദ്ധിസ്റ്റ് കേവ് കേട്ടോ. അപ്പോൾ അതറിഞ്ഞായിരുന്നെങ്കിൽ ആദ്യം അങ്ങോട്ട് പോയിരുന്നു. സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും വേറെ ആരും ഇല്ല. ഇതൊക്കെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം മനസ്സിലായി കയറാൻ പറ്റത്തില്ല. ഐ ആം ലോക്ക്ഡ് ഗൈസ്, ഐ ആം ലോക്ക്ഡ്. ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ 100 IQs ഗൈസ്. അവിടെ ബാത്റൂം ഉണ്ട്, ജെൻസ് ഉണ്ട്, ഹാൻഡിക്യാപ്പ് ഉണ്ട്, ലേഡീസ് ഉണ്ട്, വെള്ളം കുടിക്കായതുണ്ട്. പക്ഷേ ഇവന്മാർ ഇതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കുക. തോക്കുണ്ട്, പക്ഷെ വെടിവെക്കാൻ പറ്റത്തില്ല. പിന്നെ തൂക്കിയിട്ടോണ്ട് കിടക്കാനുള്ളൂ സാർ, തോക്ക്. ആ ഒരു പരിപാടി അവിടെ. ഗൈസ് ഫൈനലി നമ്മൾ കിടിലൻ ഒരു സംഭവത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ സംഭവത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. ഷെണ്ടുമണി എങ്ക பார்த்தாலும் எதுக்குடா இங்கே வந்தேன், எதுக்குடா என்னை டோர்ச்சர் பண்ணுறேன். എത്തിയിട്ടேன். സംഭവമൊക്കെ ഇവിടെ കിട്ടില്ല ഗൈസ്. ഇരിക്കാനൊക്കെ കപ്പിൾസായിട്ടൊക്കെ വരുന്നവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കുറേ ടൈമുണ്ട്, കുറേ സ്പോട്ടുണ്ട്. എന്നെപ്പോലെ വരുന്നവന്മാർക്ക് നടന്ന് ഊപ്പാട് വരുമെന്നല്ലാണ്ട് വേറൊരു ഉപകാരം ഞാനിത് കാണുന്നില്ല. ഗൈസ് ഞാൻ പറഞ്ഞ സംഭവം തേണ്ടേ കണ്ട, കുഴിച്ച് ഞാൻ പറഞ്ഞില്ലേ, കുഴിച്ച് ഇവന്മാർ ഒരുപാടങ്ങ് കുഴിച്ച്. ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ അവരൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോവാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ആ വീഡിയോസിൽ കണ്ട സാധനങ്ങൾ. ചുരുളരിയാത്ത രഹസ്യം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം. ഇത് ഒരുപാടുണ്ടല്ലോ സ്റ്റെപ്പ്, അവിടെ കണ്ടപ്പോൾ ഇത്രയില്ലായിരുന്നു. സംഭവം സീനാണ് ഗൈസ്. നമുക്ക്
നമുക്കുള്ള ഒരു ഫോട്ടോ എടുക്കും. ഗായ്സ്, എനിക്ക് തോന്നുന്നു പണ്ടത്തെ മഹർഷിമാരെല്ലാവരും കൂടെ കഞ്ചാവെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഇവന്മാർ അതിലാവി പിടിച്ചിട്ടിരുന്ന് പണിഞ്ഞതാണെന്ന് തോന്നുന്നു. നോക്കി ഇതൊക്കെ, ഇത് നല്ല ആഴമുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വന്നതാ. ഇതേ ഇനിയുണ്ട്. ഇവന്മാർ കുഴിച്ച് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരെല്ലാവരും കൂടെ മാവേലി തപ്പി ഇറങ്ങിയതായിരിക്കും. ഈ സാമാനെല്ലാം കൂടെ വലിച്ചു കയറ്റുമ്പോഴത്തേക്കും ഇത് മഹർഷിമാർ സ്വാമിമാരൊക്കെ വേറെ മൂടാ. അപ്പോൾ നമ്മൾ അവസാനം ആ സംഭവത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തി ഇപ്പം ശരിക്കും എത്തി. അങ്ങനെ ഇതാണ് ആ സംഭവം. അയ്യോ, എൻ്റെ ദൈവമേ, ഞാൻ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല. തീരാനേ എന്തായാലും ഇവിടം വരെ ഒന്ന് അടുത്ത് പോയി നോക്കിയിട്ട് വരാം. ഗൈസ്, ഈ വീഡിയോ കാണും അപ്ലോഡ് ആയില്ലെങ്കിൽ, പക്ഷേ അങ്ങനല്ലല്ലോ, ഇനി ഞാൻ വന്നില്ലെങ്കിലും ദിവങ്കരൻ അയാളുടെ പേരെന്തായിരുന്നു? ദിവങ്കരനോ? മറ്റേ പൃഥ്വിരാജിൻ്റെ പടത്തിലെ മറ്റേ സാധനം, പുള്ളിയുടെയൊക്കെ ഒരു സെറ്റപ്പിൻ്റെയൊക്കെ ഒരു സാധനം ഉണ്ട് ഇവിടെ. ദിഗംബരൻ. അയ്യോ, ഇനി ഇത്രയും നടക്കണമല്ലോ തിരിച്ചു കയറാൻ. ഒരാവേശത്തിൽ ഇങ്ങോട്ട് നടന്നു. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ വെള്ളത്തിൽ കിടക്കുന്ന പ്രസാദമൊന്നുമല്ല. ഈ കൊച്ചുപ്രാവുമൈരന്മാരുടെ മറ്റേ തൂവലും കാട്ടവും കൂടെ ഇവന്മാർ ഇവിടെ മത്സരിച്ച് തൂറക്കോ. ഇവന്മാരിതൊരു കോമ്പറ്റീഷൻ ഐറ്റിനൊക്കെ എടുത്തിട്ടുണ്ട്. വേണ്ട, വരമ്പത്ത് വന്നിരിക്കുന്നു, അപ്പിയിടുന്നു, പോകുന്നു. അന്തസ്. ഇനി നമുക്ക് ഈ പടികൾ കയറാം. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല ഷാജിയേട്ടാ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ആകാംക്ഷയുള്ളതുകൊണ്ട് ഓടിച്ചാടിങ്ങി വന്നു. കയറാൻ നേരത്ത് ആ ഒരു ത്വരയില്ല കേട്ടോ. ഗൈസ്, പിന്നെ ഇവിടുത്തെ പ്രാവുകൾ കേരളത്തിൽ നിന്ന് വന്നതാന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞത് ഇവന്മാർക്ക് മനസ്സിലായി. ഞാൻ ഇവന്മാർ ചീത്ത വിളിച്ചത്. ഇവന്മാർ മേലിരുന്ന് എൻ്റെ ദേഹത്തേക്ക് തൂറുവാണ് ഗൈസ്. ഇപ്പം 3ാമത്തെ വട്ടോ, ജസ്റ്റ് മിസ്. ഞാൻ നടക്കുന്ന അവന്മാർ പിറകിന്ന് മുന്നിലോട്ട് വരും, ഇരിക്കും, തൂറും. നീയൊക്കെ ചോണേണ്ട കേരളത്തിലോട്ട് വാടാ, ഇവിടെ നടക്കും നിൻ്റെയൊക്കെ കളി. അയ്യോ, കണ്ടോ ഗൈസ്, ഇവിടെ വന്നത് വെറുതെ ആയില്ല. സംഭവം നൈസാ. വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ, ആഹാ, മഞ്ഞ നിറം മുഖത്തേക്കടിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, തത്വമസി, സ്വാമി ശരണം. പിന്നെ ഇവിടുത്തെ സംഭവങ്ങൾ, ഒരു അങ്കിളുണ്ടല്ലോ അവിടെ. അണ്ണാച്ചി, നമുക്ക് ആദ്യം അവിടെ നിന്ന് കയറി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അയ്യോ, സൂപ്പർ.
അപ്പോൾ ഗൈസ് നമുക്ക് സമയപരിമിതിയുണ്ട്. ഞാൻ കുറേ നേരം കുറേ വീഡിയോ എടുത്ത് എൻ്റെ കുറേ സമയം പോയി. അപ്പോൾ നമുക്ക് ഒന്നാമതേ ടൈമില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതെല്ലാം കണ്ടു. തത്തുമ്മ ഗൈസ്, തത്തുമ്മ നോക്കൂ, തത്തുമ്മ. അതല്ലല്ലോ, നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് ഇറങ്ങിയില്ലേ, അതിൻ്റെ വേറൊരു സാധനം. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. നമ്മാര് ഫുള്ള് കുഴിയാണ്. മേലോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അടിയിലോട്ട് കുഴിച്ച് നമ്മാര് വെള്ളം ഉണ്ടോ നോക്കിയതായിരിക്കും, അറിയാൻ പറ്റത്തില്ല. പണ്ടത്തെ ആൾക്കാരല്ലേ, ചിലപ്പം ഹോബീസൊക്കെ ആയിരിക്കും കുഴിക്കുന്നതൊക്കെ, അങ്ങനെ കുഴിച്ചതായിരിക്കും. ഇതാണ്ട് മറ്റേത്. ഞാൻ വേറെ വലുതിലിറങ്ങി, ഇത് അതിൻ്റെ ചെറുത്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ഇവിടെ എത്തും. ഇതെല്ലാം കണ്ട് മടുക്കുമ്പോൾ വരിക, ചാടുക, മരിക്കുക. ഇതാണ് ഞാൻ ആദ്യം ഇറങ്ങിയ സ്ഥലം. അങ്ങൊന്ന് വന്നിട്ട് അവസാനം നമ്മൾ ഇവിടെ എത്തും. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചവർക്ക് അപ്പം തന്നെ ഉടൻ തന്നെ നമുക്ക് സ്പോട്ടിൽ ചാടിച്ചാവാനുള്ള ഓപ്ഷനാണിത്. അങ്ങനെയൊന്നുമില്ല, ഏതാ ഡു നോട്ട് ക്ലൈംബ്. നമ്മൾ ക്ലൈംബുമല്ലോ, എന്ത് പറയുന്നുവോ അത് നമ്മൾ ചെയ്യില്ല. ഗായ്സ്, ഇത് നടന്നിട്ട് തീരുന്നില്ല. തുടക്കം ഞാൻ വിചാരിച്ച് കുറച്ചേ ഉള്ളെന്ന്, പക്ഷെ ഇതങ്ങനല്ല. ഇത് ഞാനിപ്പം ഏകദേശം എൻട്രൻസിലോട്ട് നടക്കാൻ വേണ്ടി ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് നടക്കുക. എൻട്രൻസിൽ പോയിട്ടല്ലേ വെളിയിറങ്ങാൻ പറ്റൂ. പക്ഷേ ഇത് എൻട്രൻസ് എത്തുന്നില്ല. ഇതൊരു ലൂപ്പ് പോലെ കറങ്ങി കമ്മോൺ. ഞാൻ തൊലഞ്ച് പോയെന്നാ തോന്നുന്നു കേട്ടോ. അവിടെ ഒരാളുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, പുള്ളിയോട് ചോദിക്കാം. സൺസ്ലാപ്ഡ്. ഇതാണ് ഗൈസ് ഫോർട്ടിൻ്റെ താഴെയുള്ള വ്യൂ. സംഭവം എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ഇത്രയൊക്കെ കാണുമെന്ന്. പക്ഷേ ഇത് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഒരു കൊച്ചുമേരിനായിട്ട് ഇവിടെ റേസാണ്. അവരെന്നെ തോപ്പിക്കാൻ വേണ്ടി കുറേ നേരം കൊണ്ട് ഓടുന്നുണ്ട്. മോനെ ദിനേശ്, നിന്നെ കൊണ്ടൊന്നും ആവൂല, വിട്ടുപിടി. ഗൈസ്, ഇതാണ് ക്ലോക്ക് ടവർ. ഇതിൻ്റെ മേലെ കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത സ്പോട്ട് വരുന്നത് ഒരു 5000 സ്റ്റെപ്പ് കയറി മേല് പോകുന്നൊരു സാധനം. അപ്പോൾ അതിൽ കയറണം എന്നുള്ളത് കൊണ്ട് ഇതിൽ കയറാൻ പറ്റത്തില്ല. കാരണം എനിക്ക് വയ്യ. അയ്യവാ, ഞാനിതിപ്പോഴാണ് കണ്ടേ. അങ്ങനെയുണ്ട്. ഇവിടുത്തെ പണ്ടത്തെ പുള്ളിക്കാരനൊക്കെ ഉച്ച ആഹാരമൊക്കെ കഴിച്ചിട്ട് ഒന്ന് കുളിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയല്ലല്ലോ, കുളിച്ചിട്ടല്ലേ ആഹാരം കഴിക്കുക. എന്തായാലും കുളിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാർക്കറ്റാണ്. ചിലപ്പോൾ ആയിരിക്കും, എൻ്റെ അടിയിലായിരിക്കും. ഇവിടുത്തെ കാര്യമല്ല ഗൈസ്, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവന്മാർ എന്താ ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു. റെയിൽവേ സ്റ്റേഷന് ദർബാർ ഹാൾ ജുനാഗത്ത്. ഓക്കെ. അതൊക്കെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. പുറ നോക്കുക ഗൈസ്, എന്തോ ഒരു പുറാക്കള. ഇവന്മാർ ഇവിടുന്ന് വെള്ളം കുടിക്കുന്നു, അവിടെ വന്ന് തൂറുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതാണ് ഇവിടെ അവസ്ഥ. അയ്യൻ്റെ മോനെ, ഇത് ഡാം സെറ്റപ്പ്. ഇത് ഇവിടം വരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഡാമുമല്ല, അടച്ചിട്ട് പിന്നെ ഇങ്ങനെ. ഇത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു നഷ്ടമായി തീർന്നനെ. പ്രാവ്
അറ്റാക്ക് ചെയ്യുന്നു ഇല്ല. ഇവിടെ എന്തോ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടമല്ല, വേറെന്തിനും കണ്ട ഭയങ്കര ശബ്ദം. ഇതാണ് ഫൗണ്ടൈൻ. അന്നത്തെ കാലത്തെ ഫൗണ്ടൈൻ ഇതായിരുന്നു കേട്ടോ, ലോ ബഡ്ജറ്റ് ഫൗണ്ടൈൻ. ഇത് കണ്ടോ ഗൈസ്, സീനറീസ് കണ്ടോ? മറ്റേ ജാപ്പനീസ് അനിമയിലൊക്കെ വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, മലയുടെയൊക്കെ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ ഈ ഒരു സംഭവം ഇത്ര. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ആകെ മറ്റേ കുഴിയുടെ നടുക്കുള്ളൊരു മറ്റേ വെള്ളം പിന്നെ 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇതൊന്നും അതിൻ്റെ അകത്തില്ലായിരുന്നു. ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഐ ആം എക്സൈറ്റഡ്, സൂപ്പർ എക്സൈറ്റഡ്. എൻ്റെ മോനെ, ചേട്ടാ ഇങ്ങനത്തെയൊക്കെ സ്ഥലം ഉണ്ടല്ലേ ഗുജറാത്തിൽ. അത് മറ്റേ എല്ലാ സാധനം പുകയും. കൈസ് നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇവിടെ ഊഞ്ഞാലാടാൻ രാജാവിന് ഊഞ്ഞാലുണ്ട്. പിന്നെ മറ്റേ നിരങ്ങുന്ന സാധനമുണ്ട്, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ മറ്റേ സിക്സ ഉണ്ട്, അതുകൊണ്ട് അതുണ്ട്. അപ്പോൾ എനിക്കൊന്നും ആടാൻ സമയമില്ല, അടുത്ത സ്ഥലം കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആടിയിട്ടേ പോകൂ. കാരണം ലാ 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 തരാ. എൻ്റെ പൊന്നട മക്കളെ, അവസാനം കണ്ടുപിടിച്ച് എൻട്രൻസ്. യോ, എൻ്റെ ഒരു 3/4 മണിക്കൂറത്തെ എൻ്റെ കഷ്ടപ്പാടായിരുന്നു. ആഹാ, ഇവിടുത്തെ ഏതോ സ്കൂളിലെ പിള്ളേർ. ഇനിയിപ്പോൾ ഇവിടെ കൊള്ള അലമ്പായിരിക്കും. അറിയാലോ, ഇവന്മാർ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഊഞ്ഞാലിലൊന്നും നമുക്ക് അവിടെ സ്ഥലം കിട്ടത്തില്ല. കൈ നമ്മുടെ ഫുള്ള് തിരക്കടിക്കാൻ. നമ്മൾ നേരത്തെ വന്നത് കാര്യമായി കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റി. ഇവന്റെയൊക്കെ കൂടെ കയറിയായിരുന്നെങ്കിൽ ഊഞ്ഞാലല്ല, ഊഞ്ഞാലിന്റെ വള്ളിയിൽ പോലും തൊള്ളാതെ ഇമാര് തമ്മിക്കുന്നത്. സംഭവം അതിൽ ഞാൻ ഹാപ്പിയാണ്. ഇജാതി ഫ്രീക്കം പൂജാരിയൊക്കെ ഇവിടെ ഉള്ള മോനെ സെറ്റ് ലുക്ക്. അവൻ്റെ താടി ഉണ്ട, മറ്റേ ബിയർഡ് ഓയിലിൻ്റെ ഒക്കെ പരസ്യത്തിൽ കാണിക്കുന്ന പോലത്തെ അങ്ങനത്തെ താടി പൊളി. അയ്യോ, നമ്മുടെ അവിടെ ഉണ്ട് കുറേ എണ്ണം. ഇതിനൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ സ്കിപ്പ് ലൈൻ കട്ട്. ഗൈസ്, കുറേ പിള്ളേരുടെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. നീ കളഞ്ഞു പോയതാണോ, ഒരു പിള്ളേർക്ക് ഐശ്വര്യം കിട്ടാൻ വേണ്ടി ഫോട്ടോ കൊണ്ട് വെച്ചതാണോ, മരിച്ചു പോയതാണോ? തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ട്. എല്ലാം കൊച്ചു പിള്ളേർ, കുഞ്ഞു പിള്ളേർ. എന്താണോ എന്തോ. ഗൈസ്, ഇവിടെ ലഡുവൊക്കെ ഇരിപ്പുണ്ട്. ലഡുവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇടിക്കും. ഒറ്റ ദൈവമേ, ഇയാളെന്തായാലും ഇടിക്കും. ടറാണ്. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണമായ മെയിൻ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. ആ സ്ഥലത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ടാൽ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അവിടെ പോകാം. അപ്പോഴത്തേക്കും കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. നമ്മൾ പിന്നെ വളരെ റിച്ച് ആയതുകൊണ്ട് നമ്മൾ നടന്നായിരിക്കും പോകുന്നത്. കാരണം നമ്മൾ ഫുള്ള് കവർ ചെയ്യണമല്ലോ, നമുക്ക് ഇവിടെ നടക്കാനെല്ലാം കവർ ചെയ്യണം. അയ്യോ, JCB ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ നടന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാനാണ് ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്ലാൻ. ഓക്കെ,
കൊച്ചുമീരിലൊക്കെ കഴപ്പ് നോക്കണേ. എവിടെ കയറി നിൽക്കുന്നേന്ന്. നീയൊക്കെ നമ്മുടെ അവിടെ ആയിരുന്നെങ്കിൽ അടുത്ത പെരുന്നാളിന് ചെമ്പി കിടന്ന് വെന്തേനമല്ലേ നീയൊക്കെ. ഇവിടുത്തെ വഴികളൊക്കെ കണ്ടോ ഗൈസ്? ഓക്കെ, ഇതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സംഭവം ഇത് നല്ല എന്താ പറയേണ്ടത് എനിക്കറിയില്ല, പക്ഷെ സംഭവം കൊള്ളാം ഗൈസ്. പിന്നെ എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ഇവിടെ നല്ല നോൺ വെജ് കിട്ടും. കാരണം ഇത് ഫുള്ള് മുസ്ലിങ്ങളാണ്. ഇപ്പം മൊത്തം പള്ളിയും മുസ്ലിങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എന്നേക്ക് ഒരു പൊടി, അതും മട്ടൻ തന്നെ, എങ്ക പത്താലും മട്ടൻ. ഇത് കണ്ട ജാക്കറ്റൊക്കെ ഇട്ട ആടുകൾ. മോനെ ഫ്രീക്കൻ ആടുകൾ ഇതേ പോകുന്നതാണോ? എല്ലാത്തിനും ജാക്കറ്റൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് അനുസരിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് കാണാനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. എൻ്റെ പേരാണ് മുഹബത്ത് മക്ബറ പാലസ്. നമ്മളങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ കണ്ടൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻട്രി കിട്ടി. ഇതാണ് എൻട്രി. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊന്നും അല്ല ഞാൻ വീഡിയോയിൽ കണ്ടത്. ഇത് ശുണ്ണി സാധനം, പക്ഷെ വീഡിയോയിൽ ഭയങ്കര വലുതായിരുന്നു. കമ്മോൺ, ഇതിനാണല്ലോ ദൈവമേ ഞാൻ. പക്ഷെ അതുകൊണ്ട് ഫോട്ടോ കിട്ടിയല്ലോ. ഫോട്ടോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമായിരുന്നു ഗൈസ്. ഇവിടെ റീൽ എടുക്കുന്നു ഗൈസ്. വാവ്, അപ്പം ഗായ്സ് സംഭവം ഇത് ശുണ്ണി സാധനമായിരുന്നു. ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര ഇല്ല. പക്ഷേ എന്താ പറയുക, വന്നതിൽ കുറച്ചെങ്കിലും നമുക്ക് ഇവിടുന്ന് പ്രയോജനം ഉണ്ടായത് ഇത് മാത്രമാണ് ഗൈസ്. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമുക്കിവിടെ നിന്ന് കുറച്ച് ഹാപ്പിനെസ് കിട്ടിയത്. ബാക്കി ഫുള്ള് നിരാശയായിരുന്നു. ആരോടും പരാതിയില്ല, പരിഭവമില്ല. അപ്പം നമുക്ക് അടുത്തൊരു ട്രക്കിങ്ങിൻ്റെ പരിപാടിയുണ്ട്. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് 5000 സ്റ്റെപ്പ് കയറാനുണ്ട്. ചിലപ്പോഴും സ്റ്റെപ്പ് കയറത്തുള്ളൂ. അപ്പം അത്രയും കയറാനുള്ള ആ ഒരു മൂടൊന്നും ഇല്ല. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പകുതി എക്സ്പെക്റ്റേഷൻ പോയി. അപ്പോൾ അവിടെ മറ്റില്ല, അതുണ്ടോ റോപ്പ് വേ ഉണ്ട്. അതാകുമ്പോൾ 20 മിനിറ്റ് മുമ്പ് എത്തും എന്നൊക്കെ പറയും. എത്ര രൂപയാണെന്ന് അറിയത്തില്ല. എന്തായാലും അതൊന്ന് നോക്കാം ഗൈസ്. നമ്മുടെ അവിടെ ചട്ടിച്ചോറ് പോലെ ഇവിടെ കലഞ്ചോറ്, മൊന്തച്ചോറ്, അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് ഗൈസ്. എന്തായാലും നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. അങ്ങനെ വന്നതല്ലേ. ये खाना के लिए क्या क्या है? खाने के लिए अभी रोटी में वार लगेगा बस। खाली रोटी और राइस नहीं है? राइस भी नहीं है। Yes. റൈസ് ഒന്നുമില്ല, റൊട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇമാതിരി ഈ കലത്തിന്റെ അകത്ത് റൊട്ടിയാണോ കൊടുക്കുന്നത്? ഞാൻ വിചാരിച്ച് മറ്റേ നമ്മുടെ നാട്ടിലെ ചട്ടിച്ചോറൊക്കെ പോലെ കലത്തിന്റെ അകത്ത് ചോറായിരിക്കും, ബിരിയാണി. എനിക്ക് കൊണ്ട് മനസ്സിലാവുന്നില്ല ഇതൊന്നും. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ?
പിന്നെ ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇതാണ് ഇവിടുത്തെ സമൂസ. ഇവിടുത്തെ ഓലപ്പടക്കത്തിന്റെ അത്രയും പോലും ഇല്ല 5 രൂപയുടെ, അത്രയ്ക്ക് ശുണ്ണി സമൂസ. എന്നാലും അതൊക്കെ മേടിച്ച് തിന്നാൻ ഇവിടെ ആളുണ്ട്. ദിസ് ഈസ് ബിസിനസ്. ഇപ്പൊ ഗൈസ് നമ്മൾ ഇവിടാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഇത് ഹോട്ടലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇത് ഹോട്ടലാണ്. ഇവിടുന്ന് മനുഷ്യന്മാര് കഴിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല, പക്ഷെ ഞാൻ കഴിക്കും, കാരണം എനിക്ക് വിശക്കുന്നു. കുറച്ച് സമയം എടുക്കും, പക്ഷെ ഇപ്പൊ നമുക്ക് സാധനം കിട്ടും. ദൈവമേ, ഇതൊക്കെയാണ് ഇവിടുത്തെ എണ്ണ. ഇത് ബിരിയാണി ചെമ്പ്. बिरयानी दिखा बिरयानी दिखा चिकन नाना लॉलीपॉप ആ ചിക്കൻ ലോലിപോപ്പ്, चिकन नाना है ये बिरयानी देगा ബിരിയാണി. कितने हम जाओगे घर पे ഇത് ബിരിയാണി ഇടുന്ന അണ്ണൻ, ഇത് മുതലാളി, ഇത് തൊഴിലാളി. ദൈവമേ, ഇതൊക്കെ കഴിച്ചിട്ട് എന്താവുമോ എന്തോ, ചൂടിച്ചാവുമെന്നാ തോന്നുന്നു. ഇതാണ് ബിരിയാണി. ബിരിയാണിക്കകത്ത് എന്തൊക്കെ ഉണ്ട്? ചിക്കനാണ്, മട്ടനെ ഉദ്ദേശിച്ച, പക്ഷെ ചിക്കനെ കിട്ടി. ഇവിടെ കുറെ ആടിനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് മട്ടൻ കിട്ടുമെന്ന്, പക്ഷെ ആടിനെ അവർ അറുക്കത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ, ചിക്കൻ മാത്രമേ ഉള്ളൂ. ഗായ്സ്, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴേ അറിയത്തില്ലല്ലോ, കുറച്ചേരം കഴിഞ്ഞിട്ട് അറിയപ്പോ. പിന്നെ എനിക്ക് അങ്ങനത്തെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ശീലമായി, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ കമ്പനിയുടെ അടുത്തും ഇങ്ങനത്തെ കടകളേ ഉള്ളൂ. അപ്പോൾ അതും ഇതിനേക്കാളും ശോകം കടകളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ച ഒരുവിധം എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിലാണ് ഞാൻ കഴിച്ചത്. എന്തുവാണേലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഒരു മ്യൂസിയം, ജുനാഗഡ് മ്യൂസിയം. അത് ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് നടന്നാൽ മതി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഓട്ടോക്കാരെന്നെ മാടി മാടി വിളിക്കുന്നുണ്ട്. ഞാൻ അവരുടെ വശീകരണത്തിന് വഴങ്ങാതെ ഒറ്റ സ്ട്രെച്ചിൽ നടക്കുവാണ്. ഓക്കെ, 20 തന്നാൽ മതി, 20 രൂപ തന്നാൽ മതി. ഞാനെങ്ങാണ് അതിൽ കയറി അവിടെ കൊണ്ട് ഇറക്കാൻ നേരത്തെ അവന്മാർ കാല് മാറും. അവന്മാർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല, അപ്പക്കി കളയും. ഇതാണ് ഗൈസ് ഇവിടുത്തെ പെൺകുട്ടികളുടെ ദേശീയ ഭക്ഷണം. അവർക്ക് ഇതില്ലാണ്ട് ഒരു ദിവസമില്ല. എനിക്ക് പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. ഞാൻ ചുമ്മാ അറിയല്ല, ഇവന്മാർക്ക് ഭയങ്കര കച്ചവടമാണ് ഗൈസ്. ഒരു ദിവസമൊക്കെ 5000-6000 രൂപയുടെ കച്ചവടമൊക്കെ അവിടെ നടക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചായിരുന്നു, അപ്പോൾ ആള് പറഞ്ഞു ഗൈസ് എനിക്കാണെങ്കിൽ അവിടുന്ന് ബിരിയാണി കഴിക്കെല്ലാം ഉണ്ടായിരുന്നു, കാരണം ഡയറ്റിലല്ലേ. പക്ഷെ ആ മണം അടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കഴിച്ചു നമ്മുടെ അവിടത്തുള്ള ബിരിയാണിയുടെ മണമൊന്നും അല്ലായിരുന്നു, ഇതൊരു വെറൈറ്റി ബിരിയാണിയുടെ മണം. അല്ലെങ്കിലും ഒരു ദിവസത്തേക്ക് ഡയറ്റ് അല്ലേ, കുഴപ്പമില്ല എന്ന് നമ്മൾ സ്വയമായിട്ട് അങ്ങനെ വിചാരിച്ച് അങ്ങനെ ആശ്വസിക്കണം. അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലെയും ബിരിയാണി, ഇന്നും ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ കയ്യിൽ നിന്ന് മറ്റേ എണ്ണ പോകുന്നില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ചെറിയ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വലിയ കടയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റും നടത്തില്ല, പക്ഷെ പൈസയും കൂടുതൽ തരില്ല. സോ ഞാൻ എപ്പോഴും ചെറിയ കടയിൽ നിന്നാണ് കഴിക്കുന്നത്. ഗൈസ്, അതൊരു സിംഹമാണെന്ന് പറയപ്പെടുന്നു, പക്ഷേ കണ്ടിട്ടൊരു പോളിയോ ബാധിച്ച ഒരു സിംഹത്തിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇവിടത്തുള്ളവരുടെ കഴിവാണോ കഴിവ് കേടാണോ എന്ന് എനിക്കറിയില്ല. ഫൈനലി നമ്മൾ നമ്മുടെ പോയിന്റിലെത്തി. 10-15 മിനിറ്റ് എടുത്തുള്ളൂ, പക്ഷേ നമ്മൾ പെട്ടെന്നെത്തി. ജുനാഗഡ് മ്യൂസിയം. ഇവിടുത്തെ എൻട്രി ഫീസൊക്കെ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇതാണോ മ്യൂസിയം?
ദൈവമേ, ഇതില് കാണാനൊന്നും ഇല്ലല്ലോ. ഹാരിയർ, നോക്കുക ഹാരിയർ. വൺസ് അഗെയിൻ ഐ തിങ്ക് നമ്മൾ ആയിട്ടുണ്ട്. ഇവിടെ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണുള്ളത്. ഇതൊക്കെയാണോ ഇനി മ്യൂസിയം? ഞാൻ ഗൂഗിള് നോക്കിയപ്പോ ഒരു പിങ്ക് കളറിലെ വലിയ ബിൽഡിംഗ് ആണ് കണ്ടത്. പക്ഷെ ഇവിടെ പിങ്കും ഇല്ല, ബിൽഡിങ്ങും ഇല്ല. ഈ എനിക്ക് വട്ടായതാണോ അതോ ഗൂഗിളിന് വട്ടായതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിങ്കും ഉണ്ട്, ബിൽഡിങ്ങും ഉണ്ട്. കിട്ടി. മറ്റേ സാധനം കൊണ്ണ സംഭവം. ഇത് മ്യൂസിയം അല്ല, ഇത് എന്തരോ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ട മ്യൂസിയം എന്ന് പറയും. ഇതല്ല ഗൈസ്, നമ്മള് ബിൽഡിങ് മാറി. അതുകൊണ്ട് ജുനാഗത്ത് മ്യൂസിയം, വേറൊരു മ്യൂസിയം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓട് ഇവിടെ ആണെങ്കിൽ സംഭവം ഞാൻ കണ്ടുപിടിച്ചു. സംഭവം താണ്ട് ഇതിന്റെ അകത്തൂടെ പോയിട്ട് ചെയ്യേണ്ട അവിടെ ആണ്. എന്താ ഇവിടെ കള്ള. പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ലൊരു സംഭവം, നല്ലൊരു ഇത്. ചപ്പുണി, മങ്കുണി, ചങ്കുണി. ഈ വട്ടം എനിക്ക് 3 പേരെ കിട്ടി. രാജപ്പൻ, ദാസപ്പ, ഇവ രമേശ്. ജാക്കി ചാങ് കാണുന്നവർക്കൊക്കെ ഇത് മനസ്സിലാവും. ഒരു ടാങ്കർ ലോറിയാ പോയെ. മ്യൂസിയം അടക്കാം. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടെന്ന് തോന്നി. വന്ദേ ബൈ എന്ന് പറഞ്ഞു. ദൈവമേ ദൈവമേ. പക്ഷെ ഇവിടെ വന്നിട്ട് കുറച്ച് നല്ലൊരു ഇതൊക്കെ കാണാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. സംഭവമൊക്കെ നല്ല സിനിമാറ്റിക് സംഭവം, കൊള്ളാം. സത്യത്തിൽ മ്യൂസിയത്തിലൊന്നും കാണാനൊന്നും ഇല്ല. പിന്നെ എനിക്കില്ല മല കയറാൻ ഈ പെരുവേലത്ത് പോകാൻ വയ്യാത്തതുണ്ട് ഞാൻ മ്യൂസിയം നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ അതിൽ ഓപ്പൺ എന്നാണ് കൊടുത്തിരുന്നത്. ഇവിടെ വന്നപ്പോൾ 2-3 അപ്പൂപ്പന്മാർ ഫ്രണ്ടിൽ മുറുക്കാനൊക്കെ ചവച്ച് തന്നിട്ട് മോനെ ബന്തേന്ന് പറഞ്ഞു. ഇപ്പൊ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഇത് അവരുടെ ഏരിയ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ക്വൈറ്റ് നാച്ചുറൽ. എന്നിട്ട് ഞാനിനി പോന്നു. ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പാർക്ക് വല്ലതും ഉണ്ടെങ്കിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, ഫോണിൽ ചാർജില്ല, ഫോണിൽ ചാർജ് ആക്കി എന്നിട്ട് നമുക്ക് ആ മലയിൽ പോവാം. ഗിർണർ ഹിൽസോ അങ്ങനെ എന്തൊരു സാധനം. മോനെ വൈദേശ സാധനം ചായക്കടയാ. പോകുന്ന വഴിക്ക് ഒരു ലേക്ക് ഉണ്ട്. പക്ഷെ അതിൽ ഇറങ്ങാനുള്ള വഴി ഞാൻ കുറെ നേരം കൊണ്ട് നോക്കുന്നു. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ലേക്ക് റൗണ്ട് അടിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്തോട്ട് കയറാനുള്ള വഴിയാണ്. സംഭവം കൊള്ളായിരുന്നു. പക്ഷെ ഈ ഗ്രില്ലുണ്ടല്ലോ, ഇത് ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ഗ്രില്ല് ഇങ്ങനെ ചുറ്റുക. ഇതുവരെ ഇതിന്റെ ഒരു എൻഡ് കാണുന്നില്ല. എൻഡ് കണ്ടല്ലേ ഇതിന്റെ അകത്തോട്ടുള്ള വഴി കാണാൻ പറ്റും. ഞാൻ കുറെ നേരം ചിന്ത ഇത് കണ്ടുപിടിച്ചു. പക്ഷേ അത് ക്ലോസ് ആണ് കഴിച്ചു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആയിരുന്നു ആ ഗേറ്റ്. പക്ഷെ അത് ക്ലോസ് ആണ്. എനിക്ക് മാത്രം എന്നെ ഇങ്ങനെ നടക്കാനൊക്കെ എനിക്ക് അറിയത്തില്ല. പക്ഷെ അപ്പുറത്തൊരു വഴി ഞാൻ കണ്ടു. എന്നതുകൊണ്ട് ഇങ്ങോട്ട് കയറി. ഇത് ഓക്കെ. ഞാൻ വിചാരിച്ചത് വഴിയാണെന്ന്. വീണ്ടും എന്നെ ഓമ്പിച്ചു. അത് വഴിയല്ല ഗൈസ്. ഞാൻ വേറൊരു സാധനം ആ ലേക്കിൽ കണ്ടു. അതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്.
ഇവിടെ റിപ്പബ്ലിക് ഡേയുടെ എന്തോ പരിപാടി നടക്കുമെന്നും പറഞ്ഞു കേറ്റുന്നില്ല ഗൈസ്. എന്തോ വർക്കൊക്കെ അകത്ത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് മെയിൻ്റനൻസ് വർക്ക് നടക്കുവാന്നും പറഞ്ഞ് കേറ്റുന്നില്ല. സംഭവം ഞാൻ വെള്ളത്തില് മറ്റേ അരയന്നം പോലത്തെ ആണെന്നില്ല കണ്ടു. സാധനം എന്തൊരു മുട്ടം പോയ വലിയ സാധനം. അങ്ങ് കൂടെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അതുകൊണ്ട് ആ വെള്ള 2 എണ്ണം ഭയങ്കര മുട്ട സാധനം. ഇതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് വാ. ഇപ്പോൾ ഞാൻ കറുത്തു. വെയിലത്തിറങ്ങാണ്ട് ഇരുന്നതായിരുന്നു 2 ദിവസം കൊണ്ട്. ഞാൻ വെള്ളം മേടിക്കാൻ കയറിയ കടയിലെ കണ്ടൊരു ഓവണാണ്. ഇതിന്റെ അകത്ത് ബൾബ് കത്തിച്ച് വെച്ചേക്കുന്നു. बाकी एक काम करो 20-20 वाली थम्स अप से नानी ഇവന്മാർക്ക് ഭയങ്കര വിഷയാട്ടോ. ये जाने ने पाई दे दे पड़ा ही ना तो राजी दे जाए. പക്ഷെ അതിന്റെ മുകളിലാണ് നമുക്ക് പോകാനുള്ളത്. 5000-6000 സ്റ്റെപ്പ് ഉണ്ട്. നടക്കത്തില്ല, നമുക്ക് റോപ്പ് തന്നെ പിടിക്കാം. കാരണം എന്തോ സാധനം പോകുന്ന അതാണ് റോപ്പ്. കാണിച്ചു തരാം. അങ്ങനെ റോപ്പ് വേ കയറാനുള്ള പരിപാടിയിലാണ്. റോപ്പ് വേ കണ്ട് എത്ര രൂപയാണെന്നൊന്നും അറിയത്തില്ല, ചോദിച്ചു പോകണം. സ്റ്റെപ്പ് കയറണമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോ എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ച് അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കേറണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ വയറ്റിൽ കിടക്കുന്ന ബിരിയാണി കേറണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ബിരിയാണിക്ക് മുഖ്യത്വം കൊടുത്ത് കേറുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ട് നമുക്ക് റോപ്പ് വേ നോക്കാം. ഇവിടെ ഭയങ്കര സ്ഥലത്താണ്. ഇവിടെ എങ്ങോട്ടാണെന്ന് ഒരു പിടുത്തമില്ലല്ലോ ഗൈസ്. അവിടെ ക്യാമറ ഒന്നും കൊണ്ട് അതിൽ കേറാൻ പറ്റത്തില്ലെന്ന് അവര് പറയുന്നു. അത് നിങ്ങളെയൊക്കെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. സംഭവം ഇങ്ങനെ കേറി മലയുടെ മേലെ വരെ കയറി. ഇതായിരുന്നു പരിപാടി. ഗിർഗർ ഹിൽസ് നമ്മളെ പ്ലക്കി. ഇത് പോയി, ഇനി നമുക്ക് തിരിച്ചു പോവാം. ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ, മറ്റേ സാധനം. ഇപ്പോൾ ഗൈസ് തിരിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ബസ് കയറണം, റൂമിൽ പോകണം, ഉറങ്ങണം. 2 ദിവസമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല നന്നായിട്ട്. നമുക്ക് 4 മണിക്കേ ബസ്സുള്ളൂ. 4 മണിയോടെ ഇവിടെ ഇരിക്കണം. അപ്പോഴാണ് കഴിച്ച് ഇതൊരു ബസ് സ്റ്റാൻഡായത്. രാവിലെ ആളില്ല, അനക്കമില്ല. ഇപ്പൊ നോക്കിയേ, ആളുണ്ട്, അനക്കമുണ്ട്. എന്തോരം ആൾക്കാരാ, എന്തോരം ബസ്സാ. ഇത്രേ ഉള്ളു ഗായ്സ്. ബൈ ബൈ. ഇനി വേറൊരു ട്രിപ്പിൽ കാണാം. ഓക്കെ.